ലെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 148 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു സങ്കീർത്തനങ്ങൾ 111 മുതൽ 114 വരെ. 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ നിന്നായിരുന്നു ഇന്നലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ശരി ഉത്തരങ്ങൾ റിവീൽ ചെയ്യാണ്, നമുക്ക് നോക്കാം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മൃഗങ്ങളെ പോലെ തുള്ളിയത് എന്തെല്ലാം, മൃഗങ്ങൾ ഏവ, ഇതായിരുന്നു ചോദ്യം. ഉത്തരം പർവ്വതങ്ങൾ, കുന്നുകൾ എന്നുള്ളതാണ്. ഇതിൽ മൃഗങ്ങൾ എന്നുള്ളത് മുട്ടാടുകൾ, കുഞ്ഞാടുകൾ. സങ്കീർത്തനങ്ങൾ 114 4 വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സങ്കീർത്തനം 111 മുതൽ 114 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ത്? ഒരു ക്ലൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാക്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണെന്നുള്ളത് കേട്ടോ. അതിന്റെ ഉത്തരം സങ്കീർത്തനം 111 മുതൽ 114 വരെയുള്ള അധ്യായങ്ങളിൽ ആദ്യത്തെ വാക്യം യഹോവയെ സ്തുതിപ്പിൻ എന്ന് ആരംഭിക്കുന്നു. ഓക്കെ, സങ്കീർത്തനങ്ങൾ 111 1, 112 1, 113 1, 114 1. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓർമ്മ എന്നർത്ഥമുള്ള ഒരു വാക്ക് ഏത്? ഉത്തരം ജ്ഞാപകം. സങ്കീർത്തനങ്ങൾ 111 4 വാക്യത്തിലാണ് ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒരിക്കലും കുലുങ്ങാത്തത് ആര് അല്ലെങ്കിൽ എങ്ങനെയുള്ളവൻ എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ. സങ്കീർത്തനങ്ങൾ 112 5, 6 വാക്യങ്ങളിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പൗലോസ് സ്വയമായി വിശേഷിപ്പിച്ച ഒരു പദം ബൈബിളിൽ പാഠഭാഗത്തല്ലാതെ മറ്റു പുസ്തകങ്ങളിൽ കാണുന്നില്ല. ഏതാണ് ആ പദം? ഈ പദത്തിൽ ജനം എന്നർത്ഥം വരുന്നൊരു വാക്കുണ്ട് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം അകാല പ്രജ. 1 കൊരിന്ത്യർ 15:8 നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഇതിൽ പ്രജ എന്നുള്ളത് ജനം എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. എല്ലാവർക്കും ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻസ് പറയുന്നു സങ്കീർത്തനങ്ങൾ 115 മുതൽ 18 വരെ, 1 കൊരിന്ത്യർ 16 അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.